ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറയാം. വീട്ടിലെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ളൊരു വീഡിയോ ആട്ടോ. കഴിഞ്ഞ പോലെ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയും കുറച്ച് ടിപ്പുകളും എല്ലാം ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടോ എല്ലാ കൊല്ലവും ചെയ്യാറുള്ളത്. പുറത്ത് നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് കറണ്ടൊന്നുമില്ല. വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയാൽ എപ്പം ആവും എന്നൊന്നും അറിയത്തില്ല. വോയിസ് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു, നല്ല മഴ പെയ്യുന്നതുകൊണ്ടേ. ഇപ്പോൾ പിന്നെ മീനൊന്നും കഴിക്കരുത്, മേടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേതായാലും ആ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് മേടിച്ച മീനാണ് കേട്ടോ. ഇനിയിപ്പോൾ മീനൊന്നും മേടിക്കൽ ഉണ്ടാവത്തില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ പിടിക്കുന്ന മീൻ നമുക്ക് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടൊന്നും കിട്ടാറില്ലല്ലോ, കുറച്ചൊക്കെ പഴകിയിട്ടല്ലേ കിട്ടുന്നത്. ഞായറാഴ്ച രാവിലെ ഞാൻ കുറച്ച് ഉപ്പുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ അരച്ചു. ഇനിയിപ്പോൾ മഴക്കാലത്ത് നല്ല ടേസ്റ്റല്ലേ ചമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാനും ചോറായാലും എല്ലാം നല്ലതാണ് ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വെച്ചാലേ. അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു, മീനൊക്കെ വറുത്ത് ചോറും കറിയൊക്കെ ആക്കി രാവിലെ പള്ളിയിലൊക്കെ പോയി. പള്ളിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള. ഈ കൊല്ലം 2 പേർക്കും അധിക സാധനങ്ങളൊന്നും മേടിക്കാനില്ല, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൂ. എത്ര? 160. മറ്റേ നമ്മൾ സാധാരണ മേടിക്കുന്നതോ 100 രൂപയോ? ഇത് കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ മുറിച്ചെടുക്കാനും പിന്നെ പൊതിയുമ്പം ഒതുങ്ങിയിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് വാങ്ങിയില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. പുതിയ നല്ല കേട്ടോ, 2 കളർ പുതിയ. ഇതിനകത്ത് ഇത് പ്ലേറ്റ് ആണല്ലേ അടക്ക. പിടി വേണ്ട. അക്കുവിനും കുഞ്ഞിപ്പെണ്ണിനും നോട്ട് ബുക്കൊക്കെ മേടിച്ചു. ടീച്ചർ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു എത്ര വരയിട്ടതും വരയിടാത്തതും ഒക്കെ ബുക്ക് വേണമെന്ന്. അങ്ങനെ ബുക്കുകളൊക്കെ മേടിച്ച് 2 പേർക്കും. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കല്ല് പെൻസിൽ മേടിക്കാനുണ്ടായിരുന്നേ. വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ 2 പേർക്കും ഉണ്ട്. അക്കുവിന് പുതിയ ബാഗുണ്ട്. കഴിഞ്ഞ വർഷം സീഡെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിന് മേടിച്ച് ബാഗ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ബാഗ് അക്കുവിനുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ LKG കൊണ്ടുപോയ ബാഗ് ഉള്ളതുകൊണ്ട് വേറെ ബാഗ് മേടിച്ചില്ല. ഞാനത് ചൂടുവെള്ളത്തിൽ ഷാമ്പുവും സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വെയിലുള്ള സമയത്ത് കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചേച്ച് ഞാൻ രാത്രിയിൽ കുറച്ച് അരി അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ, പച്ചരി ഉഴുന്നും കൂടെ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ദോശയില്ല, ആ ഒരു ടേസ്റ്റിൽ ഉള്ളൊരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ഉഴുന്നധികം വേണ്ട. പിന്നെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ഉഴുന്നും കൂടെ ചേർത്താട്ടോ ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ചേർത്ത ഉലുവയുടെയോ ജീരകത്തിൻ്റെയോ വെളുത്തുള്ളിയുടെയോ ഒന്നും ചൊവ അപ്പത്തിന് അറിയത്തില്ല കേട്ടോ. നമുക്ക് കഴിക്കുമ്പം ഇതൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവത്തില്ല. ആ ഒരു രീതിയിലേ ചേർക്കാവുള്ളൂ, കൂടി പോകരുത് കേട്ടോ. വളരെ ലൈറ്റായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രാവിലെ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാറുള്ള പോലെ ദോശ ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത്. കട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കനം കുറച്ച് പരത്തിയിട്ട് പിന്നെ മറിച്ചിടണമെങ്കിൽ അങ്ങനെ, നമുക്കിഷ്ടമുള്ള പോലെ നെയ്യോ എണ്ണയോ ഒക്കെ തൂക്കണമെങ്കിൽ അങ്ങനെയും ഒക്കെ ചെയ്യാം കേട്ടോ. വേനൽക്കാലത്താണെങ്കിൽ മാവ് അധികം പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഇപ്പോൾ ചേർത്ത സാധനങ്ങളെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് തലേദിവസം വെക്കും. എന്നിട്ട് രാവിലെ അരച്ചെടുക്കുക ചെയ്യുന്നത്. പച്ചരി എല്ലാം കഴുകിയിട്ടാട്ടോ എല്ലാ സാധനവും ചേർത്ത് വെള്ളത്തിലിടുന്നത്. എന്നിട്ട് രാവിലെ അരച്ച് 1 മണിക്കൂർ വെക്കും. അന്നേരം പൊങ്ങിക്കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. സാധാരണ ഞാൻ വെള്ളയപ്പവും ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ. പിന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളി, ജീരകം, ഉലുവ ഇതിൻ്റെ ഒന്നും ചുവ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. പിന്നെ രണ്ടും കുറേശ്ശെ ചേർക്കണം കേട്ടോ. ഈസ്റ്റും
പിന്നെ നമ്മൾ നേരത്തെ ഉഴുന്നും അത് രണ്ടും കുറേശ്ശെ ചേർക്കണം കേട്ടോ. ഇപ്പോൾ മഴ മാത്രമല്ല നല്ല കാറ്റും ഉള്ളതുകൊണ്ട് കറണ്ടൊന്നും അങ്ങനെ എപ്പോഴും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞായറാഴ്ച രാത്രിയിലും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇരുട്ടത്ത് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. കുഞ്ഞിപ്പെണ്ണിൻ്റെ തലമുടി അക്കു വെറുതെ ഒന്ന് കെട്ടിക്കൊടുത്തതാ ബേക്ക് വശത്ത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഇത്രയും നേരം തിരിഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആ ബിരിയാണി ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല, അത് ചൂടാക്കി കഴിക്കുകട്ടോ ചെയ്ത്. രാവിലെ കുറച്ച് ചിക്കൻ കറി, പാർട്സ് ചിക്കനല്ല, അത് കറിയും വെച്ചു, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ചൊക്കെ എടുത്തത്. അല്ലെങ്കിൽ കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അരി വെള്ളത്തിൽ ഇടലൊന്നുമില്ല. പിന്നെ ഞാൻ അരി അരയ്ക്കാൻ എടുത്ത സമയത്തും 2-3 വട്ടമൊക്കെ കറണ്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ വന്ന സമയത്ത് പെട്ടെന്ന് അരച്ചെടുത്തതാണ്. മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനും വേറെ പണികളൊന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ചായയൊക്കെ കുടിച്ച് ചോക്ലേറ്റും ഒക്കെ തിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. എല്ലാ കൊല്ലവും എല്ലാ സാധനങ്ങളും പുതിയത് മേടിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പോക്കറ്റ് കാലിയാവാതെ ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ച് പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാമല്ലോ. അപ്പോൾ ഇവിടെ 2 പേർക്കും 2 കളറ് പൊതിയാണ് കേട്ടോ ബുക്കിന് ഇടുന്നത്. അന്നേരം കണ്ടുപിടിക്കാനും അവർക്ക് എടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. കുഞ്ഞിപ്പെണ്ണിന് ഉച്ചയ്ക്ക് സ്കൂളിൽ ചോറുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലേറ്റ് അവൾക്ക് വേണ്ട. അത് 1-2 പ്രാവശ്യം തറയിൽ വീണ് ചളുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് വേറൊരു പ്ലേറ്റ് മേടിച്ചു കൊടുത്തു. പിന്നെ അക്കുവിന് ഷർട്ട് 2 തുണി എടുത്തിട്ട് അതൊക്കെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാവാടയൊക്കെ ഒന്ന് അരവണ്ണമൊക്കെ ഒന്ന് കൂട്ടുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തതേ ഉള്ളൂ. പിന്നെ വെയിലുള്ള സമയത്ത് എല്ലാം ഒന്ന് കഴുകി ഉണക്കി ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചു. സ്കൂളിൽ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഷൂ ഇടണം, ചെരുപ്പ് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. അക്കുന് ഷൂ നിർബന്ധമാണ്. അപ്പോൾ അവൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഷൂ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ മേടിച്ചില്ല. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ സ്ലിപ്പറി അല്ലാത്ത ടൈപ്പ് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ മേടിച്ചല്ല, നേരത്തെ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം പിള്ളേർ ഉപയോഗിച്ച നോട്ടുകളൊക്കെ കുറച്ച് പേജിലൊക്കെ എഴുതിയിട്ട് ബാക്കി എഴുതാതെയൊക്കെ ഇങ്ങനെ നോട്ടുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് റഫ് നോട്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ 1-2 പേജേ എഴുതിയുള്ളൂ എങ്കിൽ അതൊക്കെ ആ പേജുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്കത് നോട്ട് ബുക്ക് ആക്കിയിട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാമല്ലോ. നല്ല മഴയാണ്, എപ്പോൾ സ്കൂൾ തുറക്കും എപ്പോൾ പോകാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല. എന്നാലും സ്കൂൾ തുറക്കാനൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെക്കുക കേട്ടോ. പിന്നെ മക്കൾക്ക് നമ്മൾ പാത്രമൊക്കെ മേടിക്കുന്ന സമയത്ത് അവർക്ക് എളുപ്പം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് അവർക്ക് എളുപ്പം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം മേടിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. കുഞ്ഞിപ്പെണ്ണിന് ഇനിയിപ്പോൾ ഒരു സ്വെറ്റർ മേടിക്കാനുണ്ട്. അത് ഓരോ സ്കൂളിൽ ഓരോ കളറാണല്ലോ, അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ, അതിന് മേടിക്കണം. സ്കൂളിലേക്ക് കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് ടവലുകളൊക്കെ കൊടുത്തു വിടാനുണ്ട്. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് കഴുകുകയും തോർത്തുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അഴുക്കാവുകയാണെങ്കിൽ അവരത് തോർത്ത് കളയത്തേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലതൊന്നും മേടിച്ച് വില കൂടിയതൊന്നും മേടിച്ച് കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തോർത്ത് മേടിച്ച് 2ആയിട്ട് മുറിച്ച് അതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കൊല്ലം ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ കൊല്ലവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി വൈകുന്നേരം വന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചൂടുവെള്ളം വെക്കുക കേട്ടോ. മഴയായിട്ട് തണുക്കുന്നുണ്ടോ? തിന്നോ. 2-3 ദിവസം തോരാത്ത മഴയായിരുന്നേ. ഇപ്പം മഴ ശക്തിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊരു 10 മിനിറ്റ് മഴ തോർന്ന് നിൽക്കും. അന്നേരം ആ മുൻവശം മുറ്റം മാത്രം അങ്ങനെ തൂത്ത് വിടും കേട്ടോ. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് കുറേ ഇലകളൊക്കെ വന്നിങ്ങനെ മുറ്റത്ത് വീഴും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.